നാടൻ പഞ്ചസാരയും തേങ്ങയും മറ്റ് രഹസ്യ ചേരുവകളും പിന്നെ വീട്ടിൽ തന്നെയുള്ള ചില സാധനങ്ങളും വെച്ചുണ്ടാക്കുന്ന നല്ല സ്വാദിഷ്ടമായ നാവിന് രുചി പകരുന്ന നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഇലയട നിങ്ങളുടെ നാവുകൾക്ക് ഒരു പുതു രുചി തന്നെ പകരും. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, അല്ല പാചകത്തിലേക്ക് പോകാം. നാടൻ ഇലയട ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വാഴയിലയാണ്. വട്ട ഇലയിലും വയന ഇലയിലും ഒക്കെ ഇലയട തയ്യാറാക്കാറുണ്ട്. എന്നാൽ വാഴ ഇലയിൽ തയ്യാറാക്കുന്ന ഇലയടയുടെ രുചി അതൊരു പ്രത്യേകം രുചി തന്നെയാണ്. കേരള സ്റ്റൈൽ ഇലയട തയ്യാറാക്കുവാനായി ഞാനിവിടെ 550 ഗ്രാമോളം വരുന്ന തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. 550 ഗ്രാം മുഴുവൻ തേങ്ങയിൽ 2 കപ്പോളം വരുന്ന ചിരകിയ തേങ്ങ കിട്ടുന്നതാണ്. ആവശ്യമെങ്കിൽ തേങ്ങയുടെ വെള്ളവും മാവിനോടൊപ്പം ചേർത്ത് കുഴയ്ക്കാവുന്നതാണ്. 4 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാരയാണ് ഞാൻ ഈ ചെറിയ പാത്രത്തിൽ എടുത്തിരിക്കുന്നത്. ഇതേ അളവിൽ പഞ്ചസാരയും ചിരകിയ 2 കപ്പ് തേങ്ങയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. നമ്മുടെ ഇലയടയ്ക്കായുള്ള തേങ്ങയും പഞ്ചസാരയും മിക്സ് ഇവിടെ തയ്യാറാണ്. തേങ്ങയും പഞ്ചസാരയും തമ്മിൽ യോജിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. 3 കപ്പോളം വരുന്ന ഗോതമ്പ് മാവാണ് ഇവിടെ ഇലയട തയ്യാറാക്കുവാനായി എടുത്തിരിക്കുന്നത്. ആട്ട 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചു വെച്ചിരിക്കുന്നു. വാഴയില ചെറു തീയിൽ വാട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കീറിപ്പോവാൻ സാധ്യതയുണ്ട്. മൃദുലമാർന്ന വാഴയിലയിൽ വെള്ളം ചാലിച്ച ശേഷം ഇതേ അളവിൽ 1 ഉരുള മാവ് വെച്ച് കൈയുടെ വലിപ്പത്തിൽ ചെറു രീതിയിൽ പരത്തിയെടുക്കാം. പഴയ തറവാടുകളിലെ മുത്തശ്ശിമാർ ഇലയട പരത്തുന്നത് കലാകാരൻ തന്റെ ക്യാൻവാസിൽ ചിത്രങ്ങൾ പകർത്തുന്ന പോലെയാണ്. കയ്യിൽ അല്പം വെള്ളം കുടഞ്ഞ ശേഷം ഇലയട പരത്തുന്നത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായകമാവുമെന്നാണ് മുത്തശ്ശിമാർ പറയുന്നത്. മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. ഞാനും അതേ രീതിയിലാണ് പരത്തുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. ശരിക്കും മുത്തശ്ശിമാരുടെ ടെക്നിക്ക് കൊള്ളാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതേ ഇല്ല. ഏതായാലും എല്ലാം പരത്തി കഴിഞ്ഞു. പരത്തിയ ഈ പ്രതലത്തിലേക്ക് നമ്മുടെ കൈവിരൽ കൊണ്ട് എടുക്കുമ്പോഴുള്ള അളവിൽ, അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ നല്ല മധുരമുള്ള തേങ്ങയും പഞ്ചസാരയും ചേർത്ത ഫില്ലിങ് വെച്ച് മടക്കി വെക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന മേക്കിംഗ് പ്രോസസ്സിൽ മറ്റ് ഇലയട കൂടി തയ്യാറാക്കി വെക്കാം. ബാക്കി അവശേഷിച്ച എല്ലാ ഇലയടയിലും ഞാൻ നേരത്തെ പറഞ്ഞ അളവിനുള്ള ഫില്ലിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മടക്കി വെക്കാം. വരൂ. നമ്മുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റിന് പോലും ലക്ഷങ്ങളുടെ വിലയുണ്ട്. ഈ വീഡിയോ കാണുവാനായി നിങ്ങൾ എടുക്കുന്ന സമയത്തിനും ധാരാളം വിലയുള്ളതാണ്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം പ്രയോജനപ്പെടുത്തുവാനായി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഇതേ അളവിൽ ഇതേ രീതിയിൽ മാത്രം ഇലയട തയ്യാറാക്കിയാലേ മുത്തശ്ശിമാർ തയ്യാറാക്കുന്ന യഥാർത്ഥ ഇലയടയുടെ രുചി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നിരാശനാകും. സമാസമം ഫില്ലിങ് ചേർത്ത് മടക്കി വെച്ചിരിക്കുന്ന ഇലയട 3 കോണിൽ നിന്നും ഇതേ രീതിയിൽ മടക്കിയെടുക്കുവാനായി നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. എൻ്റെ കയ്യിലുള്ള ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിന് 4 ഗ്ലാസ് വെള്ളം ഇഡലി കുട്ടുവത്തിൽ എടുക്കാവുന്നതാണ്. എൻ്റെ എളുപ്പത്തിനാണ് ഞാൻ ഇഡലി പാത്രം എടുത്തത്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഏത് പാത്രവും എടുക്കാവുന്നതാണ്. നമ്മുടെ ഇലയട വെക്കുവാനുള്ള അടുക്ക് വെച്ച് കഴിഞ്ഞു. ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെ രീതിയിൽ മാത്രം വെള്ളം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നന്നായി തിളച്ച അടുക്കിലൂടെ ആവി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച ഇലയട വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ പരത്തിയെടുത്ത ഇലയട ആവി കയറ്റുവാനായി വെക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം നമ്മുടെ ഇലയട തയ്യാറായിരിക്കുകയാണ് കൂട്ടുകാരെ. പണ്ടത്തെ മുത്തശ്ശിമാർ തൻ്റെ ചെറുമക്കൾക്ക് കൊടുത്തിരുന്ന 4 മണി പലഹാരം വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു 4 മണി പലഹാരമായും കൂട്ടുകാർക്ക് സ്നേഹത്തോടെയുള്ള മധുരമായും ഒക്കെ കൊടുക്കാവുന്നതാണ്. ആരും കൊതിക്കുന്ന ഈ ഒരു ഇലയടയുടെ രുചി നിങ്ങൾക്കും ആസ്വദിക്കണമെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന അതേ അളവിൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇലയട തയ്യാറാക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ ടാറ്റാ.